വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും ലാസ്റ്റ് വീക്ക് എപ്പിസോഡുകൾ, അതായത് ലാസ്റ്റ് ഇറങ്ങിയ 5 എപ്പിസോഡുകളുടെ റിവ്യൂവും അടുത്ത ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ സ്പെഷ്യാലിറ്റീസിനെയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ചെയ്യാം. കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് കുറേ മാസമായിട്ട് വന്നുകൊണ്ടിരുന്ന എപ്പിസോഡുകളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു 3 എപ്പിസോഡൊക്കെ നല്ല അടിപൊളി എപ്പിസോഡുകൾ വന്നാൽ ഒരു ആവറേജ് എപ്പിസോഡ്, ഒരു മോശമായ എപ്പിസോഡ്, ഇങ്ങനെയൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ മുളകും എപ്പിസോഡുകൾ വന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഒരു എപ്പിസോഡെങ്കിലും നമുക്കത് അത്രത്തോളം ഇമ്പ്രസീവ് ആവാത്തൊരു എപ്പിസോഡെങ്കിലും ഉണ്ടാവും ഒരാഴ്ചയിൽ. പക്ഷേ ലാസ്റ്റ് വീക്ക് വന്ന എപ്പിസോഡുകൾ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ പോലും ഒരു എപ്പിസോഡും ബോറടിപ്പിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ദിവസം ഓരോ കണ്ടൻറ്റ് കൊണ്ടുവന്ന് അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച എല്ലാം വന്നത്. എന്നിട്ടും കഴിഞ്ഞ ആഴ്ച ഒരൊറ്റ എപ്പിസോഡിൽ മാത്രമാണ് നീലു ഉണ്ടായിരുന്നത്. ബാക്കി 4 എപ്പിസോഡിലും ആകെ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ബാലുവും ലച്ചുവും കേശുവും ദിയും പാറക്കുട്ടിയും ആ ഒരു തുമ്പിപ്പൂച്ചി, പിന്നെ ശിവാനി 1-2 എപ്പിസോഡുകളിൽ ഇടയ്ക്ക് ഓരോരു സീന് വന്നിട്ട് പോയി. ലാസ്റ്റ് എപ്പിസോഡിൽ, അതായത് ഇന്നലെ ഇറങ്ങിയ എപ്പിസോഡിൽ ഒരു നല്ലൊരു റോൾ ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടേഴ്സിനെ വെച്ച് മാത്രം മെയിൻ ലീഡായ നീലു ഇല്ലാതെ പോലും അടിപൊളിയായിട്ടുള്ളൊരു എപ്പിസോഡുകളായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ഫുള്ളായിട്ട് വന്നുകൊണ്ടിരുന്നത്. അത് വെൽ പ്ലാൻഡ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ എപ്പിസോഡുകൾ നമുക്ക് ലഭിച്ചത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പും, അതായത് ഈ കഴിഞ്ഞ ആഴ്ചൻ്റെ മുമ്പത്തെ ആഴ്ചത്തെ എപ്പിസോഡുകളൊക്കെ നമുക്ക് കണ്ടിരിക്കും മനസ്സിലാവും. ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എപ്പിസോഡുകളൊക്കെ അത്രത്തോളം രസകരമായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചിട്ട് ഈ ആഴ്ച അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ് തന്നുകൊണ്ടിരുന്നത്. ഇത്രയും നന്നായിട്ട് എപ്പിസോഡ് വരാൻ മേജർ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആർട്ടിസ്റ്റും ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം. അതായത് റാംകുമാറും ഹൈമവതിയെയും അവരും ഈ ആഴ്ച ഫുള്ളായിട്ട് ഉണ്ടായിരുന്നില്ല. അവരുണ്ടായാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ട്രാക്ക് ഒരു എപ്പിസോഡിൽ പോകുന്നത് കൊണ്ടാണ് എപ്പിസോഡ് ഒരുമാതിരി ബോറടിക്കുന്നത്. അവരില്ലാത്തതുകൊണ്ട് ഒരൊറ്റ കണ്ടന്റിൽ ബേസ് ചെയ്തിട്ട് പോകുന്നത് കൊണ്ട് എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അവരുള്ള എപ്പിസോഡുകളും ചിലതൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും. കാരണം ആ ഒരു കണ്ടന്റിൽ ഇവർ പക്കായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മിക്കവാറും എപ്പിസോഡിലും അവർക്ക് വേണ്ടി സെപ്പറേറ്റ് സീനുകളൊക്കെ വെച്ച് അവർ സെപ്പറേറ്റ് ട്രാക്കിൽ പോകുന്നത് കൊണ്ടാണ് ആ ഒരു എപ്പിസോഡുകളൊക്കെ അധികം നന്നായിട്ടില്ലാതിരുന്നത്. ഏതായാലും കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് എല്ലാം അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ള കുറിച്ചാണ് നമ്മളിനി ബാക്കി പറയാൻ പോകുന്നത്. അതിലാദ്യം തന്നെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ജയന്തൻ, ഉപ്പുമുളകും സീസൺ 1 ക്യാരക്ടറായി ജയന്തൻ തിരിച്ചു വന്നിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു എപ്പിസോഡ്, തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ജയന്തൻ എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ, പഴയ മൊട്ട ബാലുവിനെ കൊണ്ടുവരാനാണ് ജയന്തൻ മെയിനായിട്ട് വരുന്നത്. ബാലുവിൻ്റെ അടുത്ത് വന്നിട്ട് മുട്ടയടിച്ചതുകൊണ്ട് പഴയ മൊട്ട ബാലു ആവണം എന്ന രീതിക്ക് പാർട്ടിക്ക് ഒരു ഗുണ്ടയെ ആവശ്യമുണ്ട് എന്ന രീതിക്കാണ് ജയന്തൻ പറഞ്ഞിട്ട് ബാലുവിനെ പ്രേരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന എപ്പിസോഡിൽ നീലു ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. മാത്രമല്ല നീലു മാത്രമായിട്ടുള്ള വരുന്നത്, സുരേന്ദ്രനും ആ ഒരു ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ തുടർച്ചയായിട്ടുണ്ടാവും. കാരണം ലാസ്റ്റ് ഷെഡ്യൂൾ ഫുള്ളായിട്ട് ഉപ്പുമുളകും ടീമിനൊപ്പം സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഒരു 4-5 എപ്പിസോഡെങ്കിലും മിനിമം സുരേന്ദ്രൻ അടുത്ത ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡിൽ ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡുകളും അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരിക്കും. ഒരു ഫുൾ ഫാമിലി എപ്പിസോഡ് തന്നെയായിരിക്കും. കാരണം സുരേന്ദ്രൻ വന്നെന്ന് പറഞ്ഞിട്ട് ബാക്കി ആരെയും ഒഴിവാക്കിയിട്ടില്ല. റാംകുമാർ ഉപ്പുമുളകിലോട്ട് തിരിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈമോദി ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത ആഴ്ച ഉപ്പുമുളകും പ്രേക്ഷകർക്ക് കാത്തിരിക്കുന്നതും അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ്. ഏതായാലും നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വരാൻ പോകുന്ന ആഴ്ചയിലെ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.